കൊല്ലത്ത് നിന്ന് പോയ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. ശക്തികുളങ്ങരയിൽ നിന്ന് പോയ സെന്റ് ജോസഫ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 120 നോട്ടിക്കൽ മൈൽ അകലെ കന്യാകുമാരി ഭാഗത്ത് വെച്ച് വിയറ്റ്നാം കപ്പലുമായി ഇടിച്ചാണ് അപകടം. ബോട്ടിലുണ്ടായിരുന്ന 11 പേരിൽ 9 പേരെ രക്ഷിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ബോട്ടപകടം, അതിൽ 9 പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഇനി 2 പേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഗി, ഈ നീണ്ടകര ഭാഗത്ത് നിന്നാണ് ഈ സെന്റ് ജോസഫ് എന്ന ബോട്ട് കടലിലേക്ക് പോയത്. ഈ ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും 120 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച്, അതായത് കന്യാകുമാരി ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടാകുന്നത്. ഈ ബോട്ടിൽ 11 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഈ മത്സ്യബന്ധനത്തിനായി പോയ ബോട്ടാണ് കന്യാകുമാരി ഭാഗത്ത് വെച്ച് വിയറ്റ്നാം കപ്പലുമായി ഇടിച്ച് അപകടമുണ്ടാകുകയായിരുന്നു. ഇതിൽ 9 പേരെ കപ്പലിൽ രക്ഷപ്പെടുത്തിയിരുന്നു. അതായത് അപ്പോൾ തന്നെ റെസ്ക്യൂ ചെയ്യുകയും 9 പേരെ ഈ കപ്പലിൽ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള 2 തൊഴിലാളികളെ കടലിൽ കാണാതായിട്ടുണ്ട്. ഇവർക്കായിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുന്ന ഒരു ഘട്ടമാണ്. എന്തായാലും ഇത്തരത്തിലൊരു ബോട്ട്, അതായത് സെന്റ് ജോസഫ് എന്ന പേരിൽ രാജേഷ് മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോയത്. ഇതിനിടെയാണ് അപകടമുണ്ടായിരിക്കുന്നത്. എന്തായാലും 2 പേർക്കായിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രക്ഷപ്പെടുത്തിയ 9 തൊഴിലാളികളുമായി കപ്പൽ കൊച്ചിയിലേക്കാണ് പോയിട്ടുള്ളത്. മനോജ്, കൊല്ലത്ത് നിന്ന് പോയ മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തികുളങ്ങരയിൽ നിന്ന് പോയ സെന്റ് ജോസഫ് എന്ന ബോട്ട്, അതിൽ 11 പേർ ഉണ്ടായിരുന്നു. 9 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 2 പേർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്.